ഓ നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥാത്രി അശീതിതമോധ്യായ 83-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 16 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സൂര്യഗ്രഹണ സമയത്ത് കൃഷ്ണനും യദുക്കളും അതുപോലെ മറ്റു രാജാക്കന്മാരും എല്ലാവരും സമന്ത പഞ്ചകം എന്ന തീർത്ഥത്തിലെത്തി അവരന്യോന്യം കുശല പ്രശ്നം നടത്തുകയാണ്. ഇപ്പോൾ ദ്രൗപദി കൃഷ്ണപത്നിമാരോട് അവരെ എങ്ങനെയാണ് കൃഷ്ണൻ വിവാഹം ചെയ്തതെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് പറയുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രുക്മിണി, സത്യഭാമ, ജാംബവതി, മിത്രവിദ്യ, സത്യഭദ്ര എന്നിവർ പറഞ്ഞത് കേട്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം ലക്ഷ്മണ പറയുന്നതാണ്. ഇപ്പൊ ബൃഹദ്രഥന്റെ പുത്രിയാണ് ലക്ഷ്മണ. നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാന്റെ ഗുണങ്ങളൊക്കെ ശ്രവിച്ച ലക്ഷ്മണ ഭഗവാനെ തന്നെ ഭർത്താവായി ഭരിക്കണമെന്ന് മനസ്സിൽ കരുതി. അങ്ങനെ ബൃഹത്സേനൻ ഒരു മത്സരം വച്ചു. അത് ഭഗവാനെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായത് കറങ്ങുന്ന ഒരു മത്സ്യം, പക്ഷേ ജലത്തിൽ അതിന്റെ പ്രതിബിംബം നോക്കി വേണം അമ്പ് എയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ആ പക്ഷി അമ്പെഴുത് വീഴ്ത്തുന്നവരെ മത്സ്യം, ചിലതിൽ കിളി എന്നും പറയും, ഇതില് മത്സ്യം വന്ന് കിടക്കുന്നു, കറങ്ങുന്ന യന്ത്ര മത്സ്യം. അപ്പൊ അതിനെ വീഴ്ത്തുന്നവർക്ക് മാത്രമേ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന് ബൃഹത്സേനൻ വിളംബരം ചെയ്തു. അങ്ങനെ രാജാക്കന്മാരെല്ലാവരും എത്തി. എല്ലാവരും ശ്രമിച്ചു നോക്കി. ചിലവർക്ക് ആ വലിയ ഭാരമുള്ള വില്ലിനെ തന്നെ എടുത്തു പൊക്കാനോ ഞാണ് വലിച്ചു കെട്ടാനോ സാധിച്ചില്ല. ഇനി വില്ല് ഞാണ് കെട്ടിയവർ പോലും അതിനെ അമ്പെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അർജുനനും ശ്രമിച്ചു നോക്കി, പക്ഷെ അർജുനനും സാധിച്ചില്ല. കാരണം പുറമേ നിന്ന് നോക്കിയാൽ അതിനെ കാണാൻ പറ്റുകയില്ല. താഴെ ഇരിക്കുന്ന ജലപാത്രത്തിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ആ ജലപാത്രം നോക്കി അതിന്റെ ലക്ഷ്യം വെച്ച് അതിനെ അമ്പെയ്യണം. അപ്പൊ അങ്ങനെ കൃഷ്ണൻ, എല്ലാവരും തോറ്റു പിൻവാങ്ങിയപ്പോൾ കൃഷ്ണൻ വന്നു, അമ്പെയ്തു. കൃഷ്ണൻ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ലക്ഷ്മണ പറയുകയാണ്, എന്നെയും കൊണ്ട് രഥത്തിൽ കയറ്റി ഇങ്ങനെ വരുമ്പോൾ മറ്റു രാജാക്കന്മാർക്കെല്ലാം ദേഷ്യം തോന്നി. അവരെല്ലാം യുദ്ധത്തിന് ഒരുങ്ങി, കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. കൃഷ്ണൻ എന്നെ രഥത്തിലിരുത്തിയിട്ട് അവരോട് യുദ്ധം ചെയ്ത് അവരെയൊക്കെ തോൽപ്പിച്ചു. പിന്നെ അച്ഛൻ നൽകിയ ആ സ്ത്രീധനമൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ആവശ്യമില്ലെങ്കിലും അച്ഛൻ സന്തോഷത്തോടുകൂടി നൽകിയ ആന, തേര്, കാലാള്, അങ്ങനെ 4 വിധ ചതുരംഗപ്പടകളും ദാസിമാരോടൊന്നിട്ട് അവർ ദ്വാരകയിലെത്തി. ഇനി നരകാസുരൻ ബന്ധിച്ചിരുന്ന 16,000 സ്ത്രീകളും പറഞ്ഞു, ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു, ഭഗവാൻ വന്ന് ഞങ്ങളെല്ലാം രക്ഷിച്ചു, ഞങ്ങൾ ഭഗവാനെ തന്നെ മനസ്സിൽ ചിന്തിച്ച് അവിടെ കഴിയുകയായിരുന്നു, ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഭഗവാൻ ഞങ്ങളെല്ലാം വിവാഹം ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ ആ പാദരേണുക്കളുടെ സ്മരണ മാത്രം ഉണ്ടായാൽ മതി, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരാഗ്രഹവുമില്ല എന്നവർ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ലക്ഷ്മണോവാച മമാഭിരാജ്ഞച്യുത ജന്മകർമ്മ ശുദ്ധ്വാ മുകുർനാരദ ഗീതാമാസഹ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ വൃതാസു സംഋഷ്യ വിഹായ ലോകപാൻ മമ അഭി രാജ്ഞി അച്യുത ജന്മ കർമ്മ. അപ്പൊ ലക്ഷ്മണ, ഭഗവാന്റെ ഒരു പത്നിയായ ലക്ഷ്മണ പറയാണ്, ഹേ രാജ്ഞി, അതായത് ദ്രൗപദിയാണ് എല്ലാ പേരോടും ചോദിച്ചത്, ബാക്കി സ്ത്രീകളും ഉണ്ട് എങ്കിലും ദ്രൗപദിയാണ് എടുത്ത് ചോദിച്ചത്. അപ്പൊ പറയണ, ഹേ രാജ്ഞി പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി, മുഹു പലപ്പോഴും നാരദ ഗീതം അച്യുത ജന്മകർമ്മ, നാരദനാൽ ഗീതം ചെയ്യപ്പെട്ട അച്യുതന്റെ ഭഗവാന്റെ ജനനത്തെയും കർമ്മത്തെയും ശുദ്ധ്വ കേട്ടിട്ട് പത്മഹസ്തയ
പത്മം കയ്യിൽ പിടിച്ചിരിക്കുന്നവളാൽ, അതായത് ലക്ഷ്മി ദേവിയാൽ വരിക്കപ്പെട്ടവനായ ഭഗവാൻ ലക്ഷ്മി ദേവിയാൽ വരിക്കപ്പെട്ടു എങ്കിലും സുസംഹൃശ്യ നന്നായി ആലോചിച്ചിട്ട് ലോകപാലകന്മാരെ വിഹായ ഉപേക്ഷിച്ചിട്ട് മമാഭി എന്റെയും ചിത്തം മനസ്സ് മുകുന്ദേ ഭഗവാനിൽ ആസാഭവിച്ചു. സന്തോഷം. അപ്പൊ ലക്ഷ്മണ പറയുകയാണ്, നാരദനിൽ നിന്ന് ഭഗവാന്റെ ജന്മങ്ങളും കർമ്മങ്ങളും കേട്ട് എനിക്ക് ഭഗവാൻ തന്നെ ഭർത്താവായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ മറ്റ് ലോകപാലകന്മാരെല്ലാം എന്നെ വിവാഹം ആഗ്രഹിച്ചുവെങ്കിലും ലക്ഷ്മി ദേവി തന്നെ വരിച്ച ആ ഭഗവാനെ തന്നെ മതിയെന്ന് എന്റെ മനസ്സ് ചിന്തിച്ചു. അപ്പൊ ഞാൻ ഭഗവാനിൽ ആസക്തിയായി ഭവിച്ചു. ലക്ഷ്മണ ഉപാച മമാഭിരാജ്ഞച്യുത ജന്മകർമ്മ ശുദ്ധ്വാ മുകുർനാരദ ഗീതമാസഹ ചിത്തം മുകുന്ദേ കില പത്മഹസ്തയാ വൃതാസു സംഹൃശ്യ വിഹായ ലോകവാൻ. ശ്ലോകം 18. ജ്ഞാത്വാ മമ മതം സാധി പിതാ ദുഹിതൃവത്സല ബൃഹത്സേന ഇതി ഖ്യാത തത്രോപായം അജീകരത്. ജ്ഞാത്വാ മമ മതം സാധി ഹേ പതിവ്രതേ, ഹേ ദ്രൗപദി, മമ പിത എന്റെ അച്ഛന്റെ ആരാണ്? ബൃഹത്സേന ഇതി ഖ്യാത, ബൃഹത്സേനൻ എന്ന പേരുള്ളതും ദുഹൃത് വത്സല പുത്രിയിൽ അമിത വാത്സല്യമുള്ളവനുമായ പിത അച്ഛൻ മമ മതം എന്റെ അഭിപ്രായം ജ്ഞാത്വ അറിഞ്ഞ്, എനിക്ക് കൃഷ്ണനെ തന്നെ ഭർത്താവായി ലഭിക്കണമെന്നുള്ള ആഗ്രഹം അറിഞ്ഞ് തത്ര അവിടെ ഉപായത്തെ അജീകരത്ത് ചെയ്തു. അപ്പൊ കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണമെങ്കിൽ ഒരു മത്സരം വയ്ക്കണം. അപ്പൊ കൃഷ്ണന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരമായിരിക്കണം. അതിനെ പറ്റിയുള്ള ഉപായം എന്റെ അച്ഛൻ ആലോചിച്ചു. ജ്ഞാത്വാ മമ മതം സാധി പിതാ ദുഹിതൃവത്സല ബൃഹത്സേന ഇതി ഖ്യാത തത്രോപായം അജീകരത്. ശ്ലോകം 19. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യ പാർത്ഥിവേസ്പയാ കൃത അയന്തു ബഹിരാച്ഛന്നു ദൃശ്യതേ സജലേ പരം. യഥാ സ്വയംവരേ രാജ്ഞി മത്സ്യ പാർത്ഥ ഈപ്സയാ കൃത. രാജ്ഞി, ഹേ രാജ്ഞി, സ്വയംവരെ നിന്റെ സ്വയംവരത്തിൽ, അതായത് ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പാർത്ഥ ഈസ്പയ അർജുന പ്രാപ്തിയിലുള്ള ഇച്ഛ കൊണ്ട് മത്സ്യം യഥാകൃത എങ്ങനെ കൽപ്പിക്കപ്പെട്ടുവോ. അപ്പൊ അവിടെ ദ്രൗപദിയുടെ വിവാഹ സമയത്ത് ഇതുപോലെ ആയിരുന്നു. ഒരു കറങ്ങുന്ന യന്ത്ര മത്സ്യം, അതെപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. അത് പുറമെ അതിനെ കാണുകയില്ല, എങ്കിലും സ്തംഭത്തോട് ചേർത്ത് നോക്കുമ്പോൾ അതിനെ കാണാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളവർക്ക് പറ്റിയില്ലെങ്കിലും അന്ന് അത് അർജുനന് സാധിച്ചു. അപ്പൊ അങ്ങനെ അർജുനൻ ദ്രൗപദിയെ വിവാഹം ചെയ്തത് ഇതുപോലുള്ള ഒരു മത്സരം കൊണ്ടാണ്. അപ്പൊ പറയണ, ഹേ രാജ്ഞി, സ്വയംവരെ നിന്റെ സ്വയംവരത്തിൽ പാർത്ഥേസ്വയ അർജുന പ്രാപ്തിയുടെ ഇച്ഛ കൊണ്ട് മത്സ്യം യഥാകൃത എങ്ങനെ ആ യന്ത്ര മത്സ്യത്തെ ഒരു മത്സരമാക്കി എടുത്തുവോ സഹ അത് ബഹി പുറമേ ആച്ഛന്ന പുറമേ മറയ്ക്കപ്പെട്ടുവെങ്കിലും അയം തു ഇതാകട്ടെ ജലേപരം ജലത്തിൽ മാത്രം ദൃശ്യതയെ കാണപ്പെടുന്നു. അപ്പൊ ഇത് മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ നിന്ന് നോക്കിയാലും മുകളിലുള്ള മത്സ്യം ആർക്കും കാണാൻ പറ്റുകയില്ല. പിന്നെ എന്താണ്, ആ മത്സ്യത്തിന്റെ പ്രതിബിംബം താഴെ ഒരു പാത്രത്തിൽ ജലം വെച്ചിട്ടുണ്ട്, അതിൽ കാണാം. അപ്പൊ ആ പ്രതിബിംബത്തിൽ നോക്കിക്കൊണ്ട് മുകളിലുള്ള മത്സ്യത്തിനെ ലക്ഷ്യം വെച്ച് അമ്പയണം. അങ്ങനെ ആ മത്സ്യത്തിന് അമ്പെയ്ത് വീഴ്ത്തുന്നവർക്ക് മാത്രമേ ലക്ഷ്മണയെ വിവാഹം ചെയ്യാൻ പറ്റുമെന്ന് ബൃഹസ്സേനൻ വിളംബരം ചെയ്തു. യഥാ സ്വയംവരേ രാജ്ഞി പാർത്ഥേപ്സയാകൃത അയം തു ബഹിരാച്ഛന്നോ ദൃശ്യതേ സജലേ പരം. ശ്ലോകം 20. ശുദ്ധേതത് സർവതോ ഭൂപ ആയുർമത്പിതുപുരം സർവാസ്ത്ര ശസ്ത്രതത്വജ്ഞോ സോ ഉപാധ്യായ സഹസ്രശ ശുത്വ ഏതത് സർവതഃ ഭൂപ ആയയുർമത്പിതുഹു പുരം സർവ അസ്ത്ര ശസ്ത്ര തത്വജ്ഞ സോ ഉപാധ്യായ സഹസ്രശ ശുത്വ ഏതത് ശുത്വ. ഇതിനെ കേട്ടിട്ട് അപ്പൊ ഇങ്ങനെ ഒരു മത്സരമുണ്ട്, ഒരു യന്ത്ര മത്സ്യം. അപ്പൊ അതിനെ ആ ജലത്തിലെ പ്രതിബിംബം നോക്കി വീഴ്ത്തണം, അവർക്ക് മാത്രമേ തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന്
ഉള്ള വാർത്ത കേട്ട് സർവദിക്കിൽ നിന്നും സർവ അസ്ത്ര തത്വജ്ഞ, സർവങ്ങളായ അസ്ത്രശസ്ത്രങ്ങളുടെയും സൂക്ഷ്മങ്ങളെ അറിയുന്ന, അപ്പോ അസ്ത്രശസ്ത്ര വിദഗ്ധന്മാരായ ഭൂഭാഗ രാജാക്കന്മാർ ഉപാധ്യായന്മാരോട് കൂടിയിട്ട് സഹസ്രശ അനേകം മത്പിതു എന്റെ പിതാവിന്റെ പുരത്തെ ആയയു പ്രാപിച്ചു. അപ്പൊ ഇതറിഞ്ഞ് അസ്ത്രശസ്ത്ര വിദഗ്ധരായ അനേക രാജാക്കന്മാർ അവിടെ എത്തി. ക്ഷുദ്വേദ സർവതോ ഭൂപ ആയയുർമത്പിതുപുരം സർവാസ്ത്രശസ്ത്ര തത്വജ്ഞ സോപാധ്യായ സഹസ്രശാം. ശ്ലോകം 21. പിത്രാ സംഭൂജിത സർവേ യഥാവീര്യം യഥാവയഃ ആദദൂ ശരം ചാപം വേത്തും പർഷതി മധ്യഃ. പിതാ സംഭൂജിത സർവേ യഥാവീര്യം യഥാവയഃ. യഥാവീര്യം വീര്യത്തെ അനുസരിച്ചും യഥാവയഃ വയസ്സിനെ അനുസരിച്ചും സർവേ എല്ലാവരും പിതാവിനാൽ സംഭൂജിച്ച വേണ്ട വിധം പൂജിക്കപ്പെട്ടു. അപ്പൊ അവിടെ വന്ന രാജാക്കന്മാരെ എല്ലാം ബൃഹസ്തേനൻ എന്ത് ചെയ്തു? പൂജിച്ച് സൽക്കരിച്ചിരുത്തി. മധ്യ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് വേത്തും ലക്ഷ്യം മുറിക്കാനായി പർഷതി സഭയിൽ സശരം ശരത്തോടുകൂടി ചാപം വില്ലിനെ ആദതോ എടുത്തു. അപ്പൊ രാജാക്കന്മാരെല്ലാം പരീക്ഷിച്ചു. അപ്പൊ എന്നെ കിട്ടണമെന്ന ആശയോടുകൂടി എന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവര് ലക്ഷ്യത്തെ അമ്പയ്യാൻ നോക്കി. പക്ഷേ മനസ്സ് എന്നിലാണ്, ലക്ഷ്യത്തിലല്ല മനസ്സ്. അതുകൊണ്ട് അവർക്ക് അതൊന്നും സാധിച്ചില്ല, അവർ ലക്ഷ്യം കണ്ടില്ല. പിത്ര സംഭൂജിത സർവേ യഥാവീര്യം യഥാവയഃ ആദദു സശരം ചാപം വേത്തും വർഷതി മധ്യഃ. ശ്ലോകം 22. ആദായ വിസൃജൻ കേചിത് സജ്യം കർത്തൃമനീശ്വര ആകോഷ്ടം സമുത്കൃഷ്യ പേതുരേഖേ അമുനാഹത. ആദായ വിസൃജൻ കേജിത് ചിലർ വില്ലിനെ എടുത്തിട്ട് സജ്യം കർത്തും ഞാൻ കെട്ടാൻ അനീശ്വര. അവർക്ക് ആ വില്ലില് അത് നല്ല ഘനമുള്ള വില്ലായിരുന്നു, വിശേഷപ്പെട്ട വില്ലായിരുന്നു. അവർക്ക് വില്ലിനെ എടുത്ത് ഞാൻ കെട്ടാൻ പോലും ചിലർക്ക് സാധിച്ചില്ല. വേറെ ചിലർ ഞാനിനെ കോഷ്ടം വരെ, അതായത് കാല് വരെ പോലും ഈ വില്ലിനെ എടുത്ത് അവർക്ക് ഉയർത്തി ഞാൻ കെട്ടാൻ സാധിച്ചില്ല. അപ്പൊ ഈ കോഷ്ടം എന്ന് പറഞ്ഞാൽ മുട്ടിനും പാദത്തിനും ഇടയ്ക്കുള്ള നടുക്കുള്ള ഭാഗമാണ് പറയുന്നത് കോഷ്ടം. അപ്പൊ കോഷ്ടാഗ്രം വരെ, അതായത് മുട്ടുവരെ പോലും ഉയർത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. അമുന ഇതിനാൽ ചാപത്താൽ ഹനിക്കപ്പെട്ടാരെ പേതു. അപ്പൊ ഇങ്ങനെ വലിച്ചു പൊക്കുമ്പോൾ മുട്ടുവരെ പോലും എത്താതെ എന്ത് ചെയ്യും? ആ ചാപം കൊണ്ട് തന്നെ ചാപത്തിന്റെ ശക്തിയെ താങ്ങാൻ സമർത്ഥരല്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്തും ഭൂമിയിലങ്ങ് വീണുപോകും. അങ്ങനെ രാജാക്കന്മാർക്ക് ആർക്കും ആ വില്ലിനെ എടുത്ത് പൊക്കാൻ പോലും സാധിച്ചില്ല. ആദായ വിസർജൻ കേജിൻ സജ്യം കർത്തൃം അനീശ്വര ആഘോഷ്ടം സമുത്കൃഷ്യ പേതുരേഖേ അമുനാഹതാഹ. ശ്ലോകം 23. സജ്യം കൃത്വാ പരേ വീര മാഗതാംബഷ്ടചേതിപാഹ ഭീമോ ദുര്യോധന കർണോ നാവിദൻ സ്തതവസ്ഥിതം. ഇനി ആരൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. സജ്യം കൃത്വാ പരേ വീര മാഗത അംബഷ്ട ചേതിപ ഭീമ ദുര്യോധന കർണ. അപ്പൊ ഭീമൻ, ദുര്യോധനൻ, കർണൻ, മാഗധൻ, ജരാസന്ധൻ, അംബഷ്ടൻ, ശിശുപാലൻ, ചേതിപ എന്ന് വെച്ചാൽ ശിശുപാലൻ മുതലായ വീരന്മാർ സജ്യം കൃത്വ ഞാൻ വലിച്ചു കെട്ടി. അവർക്കൊക്കെ സജ്യം കൃത്വ ഞാനിനെ വലിച്ചു കെട്ടി. തദവസ്ഥിതം ലക്ഷ്യത്തിന്റെ ഇരിപ്പിനെ നാവിതൻ. പക്ഷെ ആ മത്സ്യത്തിന്റെ ലക്ഷ്യം സ്ഥാനം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കാരണം ജലത്തിലല്ലേ അത് കാണാവൂ, അതിന്റെ പ്രതിബിംബം ജലത്തിലേ കാണാവൂ, മുകളിൽ ഇരിക്കുന്നതിനെ കാണാൻ പറ്റൂല. അപ്പൊ ഈ വീരന്മാർക്കെല്ലാം ഞാൻ വലിച്ചു കെട്ടാൻ പറ്റി, പക്ഷെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിച്ചില്ല. സജ്യം കൃത്വാ പരേ വീര മാഗത അംബഷ്ട ചേതിപാഹ ഭീമോ ദുര്യോധന കർണോ നാവിദൻ തദവസ്ഥിതം. അവിദൻ എന്നതാണ്, അറിഞ്ഞില്ല. ലക്ഷ്യത്തിന്റെ സ്ഥാനം അവർ അറിഞ്ഞില്ല. ശ്ലോകം 24. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാസ തദവസ്ഥിതം പാർത്ഥോ യത്തോ അസൃജത് ബാണം നാചിനത് പസ്പർശേ പരം. അപ്പൊ അടുത്ത ആരാണ് പോകുന്നത്? അടുത്ത അർജുനനാണ്. അർജുനൻ മത്സ്യ ആഭാസം
ജലേ വീക്ഷ ജലത്തിൽ മത്സ്യാഭാസം മത്സ്യത്തിന്റെ പ്രതിബിംബത്തെ കണ്ടിട്ട് തദവസ്ഥിതം അതിന്റെ നിലയെ ജ്ഞാത്വാഭി അറിഞ്ഞിട്ടും പാർത്ഥ അർജുനൻ യത്തഹ വളരെ പ്രയത്നത്തോടു കൂടിയവനായി അസൃജത് ബാണം അസൃജത് ബാണം വിട്ടു. അപ്പോൾ ഏകദേശം ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കി പ്രതിബിംബം നോക്കി ലക്ഷ്യസ്ഥാനത്തിലേക്ക് അർജുനൻ അമ്പയിച്ചു. പക്ഷേ നാചിനത് അത് ബാണം വിട്ടെങ്കിൽ അതിന്റെ അടുത്ത് വരെ എത്തി, ആ ലക്ഷ്യത്തെ കണ്ടിച്ചില്ല, മത്സ്യത്തിൽ അത് കൊണ്ടില്ല. പരം എന്നാൽ പസ്പർശ പതുക്കെ അതിൽ തൊട്ടില്ല എന്ന് മട്ടിൽ പോയി. പക്ഷെ അതിനെ മുറിക്കാൻ അർജുനനും സാധിച്ചില്ല. മത്സ്യാഭാസം ജലേ വീക്ഷ്യ ജ്ഞാത്വാച തദവസ്ഥിതം പാർത്ഥോ യത്തോ അസൃജത് ബാണം നാചിനത് പസ്പർശേ പരം. ശ്ലോകം 25. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനിഷു ഭഗവാൻ തനുറാധായ സജ്യം കൃത്വാഥ ലീലയാം. അടുത്ത ഭഗവാൻ കൃഷ്ണൻ വരികയാണ്. രാജ്യാന്യേഷു നിവൃത്തേഷു രാജ്യാന്യേഷു രാജാക്കന്മാർ നിവൃത്തേഷു മടങ്ങിയപ്പോൾ, എല്ലാവരും തോറ്റു മടങ്ങിയപ്പോൾ, മാനിഷു അഹങ്കാരികൾ ഭഗ്നമാനേഷു അപമാനിക്കപ്പെട്ടപ്പോൾ, അവ അഹങ്കാരം പിടിച്ച് കർണൻ ദുര്യോധന എല്ലാവരും വന്നു, ജരാസന്ധൻ എല്ലാ പേരും വന്നു. അപ്പൊ അപമാനിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീഹരി ഭഗവാൻ എന്ത് ചെയ്തു? ധനുഹു വില്ലിനെ ആദായം എടുത്തിട്ട് ലീല കളിയായിട്ട് സജ്യം കൃത്വ ഞാൻ വലിച്ചു കെട്ടി. ഭഗവാൻ ഒരു ലീലയാണ്, എല്ലാം ഭഗവാൻ ഒരു ലീലയാണല്ലോ. ഭഗവാൻ ഒരു ലീല പോലെ പെട്ടെന്ന് ഞാൻ വലിച്ചു കെട്ടി. രാജന്യേഷു നിവൃത്തേഷു ഭഗ്നമാനേഷു മാനുഷു ഭഗവാൻ തനുറാധായ സജ്യം കൃത്വാദ ലീലയാം. ശ്ലോകം 26. തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സഹൃജലേ ചിത്തേഷു ഇഷ്ണ അപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ. തസ്മിൻ അതിൽ വിശിഖം സന്ധായ ബാണത്തെ തൊടുത്തിട്ട് മത്സ്യത്തെ സഹൃത് ഒരിക്കൽ ജലേ വെള്ളത്തിൽ വീക്ഷ നോക്കി. അപ്പൊ മത്സ്യം എവിടെയാണെന്ന് ജലത്തിലല്ലേ പ്രതിബിംബം കാണുന്നത്, അതിൽ നോക്കിയിട്ട് ഇക്ഷുണ ബാണം കൊണ്ട് ചിത്വ മുറിച്ചിട്ട് സൂര്യൻ അഭിജിതി എന്ന മുഹൂർത്തത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ അപാദയച്ച പതിപ്പിച്ചു. അപ്പൊ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ വിജയപ്രദമായ മുഹൂർത്തത്തെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. സൂര്യൻ അഭിജിത്ത് മുഹൂർത്തത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ശുഭലക്ഷണമാണ്, വിജയം ഉണ്ടാകും. അപ്പൊ വിജയപ്രദമായ ആ സമയത്ത് ഭഗവാൻ അമ്പെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ബാണം ആ ലക്ഷ്യത്തെ മുറിച്ചു വീഴ്ത്തി. അപ്പൊ മത്സ്യത്തെ മുറിച്ചു വീഴ്ത്തി. തസ്മിൻ സന്ധായ വിശിഖം മത്സ്യം വീക്ഷ്യ സഹൃജലേ ചിത്തേ ശിശുണ അപാദയത്തം സൂര്യേ ചാഭിജിതി സ്ഥിതേ. ശ്ലോകം 27. ദിവി ദുന്ദുഭയോ നേതോർ ജയശബ്ദയുധാ ഭുവി ദേവാശ കുസുമാസാരാൻ മുമുജുർ ഹർഷവിഹ്വല. ദിവി ദുന്ദുഭയോ. അപ്പൊ ഇത് ഭഗവാൻ ഇങ്ങനെ ആ മത്സ്യത്തെ മുറിച്ചപ്പോൾ ആകാശത്തിൽ എന്തായതോ ദേവന്മാർ ദുന്ദുഭികൾ മുഴക്കി, നേതർ മുഴക്കി. ജയശബ്ദ യുധാഭൂവി ഭൂമിയിലാണെങ്കിലോ ജയശബ്ദങ്ങളോട് കൂടിയതായിട്ട് നേതു മുഴങ്ങി. അപ്പൊ ആകാശത്ത് ദുന്ദുഭികളും ഭൂമിയിൽ ജയശബ്ദങ്ങളും ഏകകാലത്തിൽ മുഴങ്ങി. ദേവാച്ച ദേവന്മാരും ഹർഷവിഹ്വല സന്തോഷപരവശരായി. കുസുമ ആസാരാൻ പുഷ്പവർഷങ്ങളെ മുമ്പുജു പുഷ്പവൃഷ്ടി നടത്തി. ദിവി ദുന്ദുഭയോ നേതോർ ജയശബ്ദയുധാഭുവി ദേവാശ്ച കുസുമാസാരാൻ മുമുജർ ഹർഷവിഹ്വലാഹ. ശ്ലോകം 28. തദ്രംഗമാവിശമഹം കളനൂപരാഭ്യാം പദ്ഭ്യാം പ്രകൃത്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസാവദന കബരീധൃതസ്ര. തത് രംഗം ആവിശം അഹം കളനൂപുരാഭ്യാം പത്മ്യാം പ്രഹൃഹ്യ കനകോജ്വല രത്നമാല. അപ്പൊ ഇവിടെ ഭഗവാനെ ഭർത്താവായി കിട്ടിയെന്ന് ഉറച്ചപ്പോൾ ഈ ലക്ഷ്മണ വളരെ സന്തോഷത്തോടു തന്നെ കല്യാണ മണ്ഡപത്തെ പ്രാപിക്കുകയാണ്. അപ്പൊ ആ ലക്ഷ്മണയുടെ ഒരുക്കങ്ങളാണ് ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ പറയുന്നത്. കളനൂപുരാഭ്യ മധുര ശബ്ദമുള്ള കാൽച്ചിലമ്പുള്ള പത്മ്യാം പാദങ്ങളോടുകൂടി കനകോജ്വല രത്നമാല സ്വർണം കൊണ്ട് ജ്വലിക്കുന്ന രത്നമാലയെ പ്രഹൃഹ്യ
ധരിച്ചിട്ട് നൂത്നെ പുതിയ കൗശികാഗ്രെ ശ്രേഷ്ഠങ്ങളായ പട്ടുവസ്ത്രങ്ങളെ നിവിയ നിവർത്തി പരിധായ ധരിച്ചിട്ട് സവ്രീഡഹാസവദന ലജ്ജയോടും പുഞ്ചിരിയോടുള്ള മുഖത്തോടു കൂടിയവളായി കബരീധൃതശ്ര തലയിൽ ധരിച്ച മാലയോടുകൂടി അഹം ഞാൻ തദ് രംഗം ആ രംഗത്തെ ആവിശ പ്രാപിച്ചു. അപ്പൊ ലക്ഷ്മണ നല്ലവണ്ണം ഒരുങ്ങി മുത്തുമാലകളൊക്കെ ധരിച്ച് പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് ലജ്ജയോടുകൂടി മുഖം താഴ്ത്തി ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ സഭാമണ്ഡപത്തിലേക്ക്, ആ സ്വയംവര മണ്ഡപത്തിലേക്ക് വന്നു. തദ്രംഗമാവിശമഹകള നൂപുരാഭ്യാം പത്മ്യാം പ്രകൃത്യ കനകോജ്ജലരത്നമാലാം നൂത്നേ നിവീയ പരിതായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദന കബരീധൃതസ്ര. ശ്ലോകം 29. ഉന്നീയ വക്ത്രം ഒരു കുന്തള കുണ്ടലത്തിൽ ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ പരിത ശനകൈർമുരാരേർ അംസേനുരുക്ത ഹൃദയാ നിദധേ സ്വമാലാം. ഉന്നീയ വക്ത്രം ഉരു കുന്തള കുണ്ടല ദ്വിട്ട്. ഒരു കുന്തള കുണ്ടല ദ്വിട്ട് ഗണ്ഡലസ്ഥലം. ഒരു കുന്തള മഹത്തായ തലമുടിയോടും കുണ്ടല ദ്വിട്ട് കുണ്ടലങ്ങളുടെ ശോഭ തട്ടുന്ന ഗണ്ഡസ്ഥലം കവിൾ പ്രദേശത്തോടും കൂടിയ വക്ത്രം മുഖത്തെ ഉന്നീയ ഉയർത്തിയിട്ട് ശിശിരഹാസ കടാക്ഷമോക്ഷൈ സന്താപത്തെ തീർക്കുന്ന മന്ദഹാസത്തോടുകൂടിയ കടക്കൺ നോട്ടം കൊണ്ട് പരിതക നാലു ഭാഗത്തും രാജ്ഞക രാജാക്കന്മാരെ നിരീക്ഷിച്ചിട്ട് അപ്പൊ മനോഹരിയായ ആ ലക്ഷ്മണ എന്ത് ചെയ്തു? എല്ലായിടത്തും നോക്കി. എന്തിനാണ്? കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത്? ഭരണമാല്യം കൊണ്ട് പോവുകയാണ്. കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇങ്ങനെ നാലുപാട് നോക്കി. ശനകൈഹി മെല്ലെ അനുരക്ത ഹൃദയത്തോടു കൂടിയ ഞാൻ മുരാരിയുടെ കൃഷ്ണന്റെ അംസെ കഴുത്തിൽ സ്വമാലാം സ്വന്തം മാലയെ നിതതേ ഇട്ടു. അപ്പൊ അങ്ങനെ കടക്കണ്ണുകൊണ്ട് എല്ലായിടും നോക്കി കൃഷ്ണൻ എവിടെയാണെന്ന്. നോക്കിയതിനു ശേഷം കൃഷ്ണനിൽ അനുരക്തയായ ആ ലക്ഷ്മണ എന്ത് ചെയ്തു? കൃഷ്ണന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് വർണ്ണമാല്യം ഇട്ടു. ഉന്നീയ വക്ത്രം ഒരു കുന്തള കുണ്ടലദ്വിഡ് ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷമോക്ഷൈ രാജ്ഞോ നിരീക്ഷ പരിദശനകൈർ മുരാരേർ അംസേനുരുക്ത ഹൃദയ നിധതേ സ്വമാലാം. ശ്ലോകം 30. താവൻ മൃദംഗ പടഹ ശംഖഭേര്യ ആനകാതയ നിനേതുർ നടനർത്തയ്ക്കോ നനുർദുർ ഗായക ജഗു. താവത് മൃദംഗ പടഹ അപ്പോൾ മൃദംഗ പടഹ മൃദംഗം പടഹം തുടങ്ങിയ ശംഖഭേര്യ ആനകാതയ ശംഖം ഭേര്യ ആനക എന്നിവ ഒന്നിച്ച് നിനേതു ശബ്ദിച്ചു. അപ്പൊ തൽക്ഷണം തന്നെ സന്തോഷത്തെ അറിയിക്കാൻ വേണ്ടി മൃദംഗം പടകം ശംഖം ഭേര്യ ആനക എന്നീ വാദ്യഘോഷങ്ങൾ മുഴക്കി. നടന്മാരും നർത്തകികളും നനുർദു നർത്തനം ചെയ്തു. ഗായകന്മാർ ജഗുഹു പാടി. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി വാദ്യഘോഷങ്ങൾ മുഴക്കി നൃത്തം ചെയ്ത് പാട്ടുപാടി. താവൻ മൃദംഗ പടക ശംഖഭേര്യാനകാതയ നിനേതുർ നടനർത്തയ്ക്കോ നനുർദുർഗായക ജഗോ. ശ്ലോകം 31. ഏവം മൃദേ ഭഗവതി മയേശേ നൃപയൂഥപാഹ ന സേഹിരേ യാജ്ഞസേനി സ്പർത്തന്തോ ഹൃച്ഛയാതുരാഹ. ഏവം മൃദേ ഭഗവതി മയേശേ നൃപയൂഥപാഹ ന സേഹിരേ യാജ്ഞസേനി. ഹേ ദ്രൗപദി, ലക്ഷ്മണ പറയുകയാണ്, ഹേ ദ്രൗപദി, ഏവം വിധം ഈ വിധം ഭഗവതി ഭഗവാനായ ഈശ്വരൻ മയ എന്നാൽ വൃതേ വരിക്കപ്പെട്ടപ്പോൾ, ഭഗവാനായ കൃഷ്ണൻ എന്നെ വരിക്കപ്പെട്ടപ്പോൾ സ്പർത്തന്ധ അസൂയ ഉള്ളവരും ഹൃച്ഛയ ആതുര കാമത്താൽ ദുഃഖിതരുമായ നൃപയൂഥപ രാജാക്കന്മാർ നസേഹിരി സഹിച്ചില്ല. അപ്പൊ കൃഷ്ണൻ ലക്ഷ്മണയെ സ്വന്തമാക്കിയപ്പോൾ മറ്റ് രാജാക്കന്മാർ അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് അസൂയ മന്മഥ വികാരം കൊണ്ട് അവർക്ക്
ദേഷ്യമുണ്ടായി. ഏവം ഹൃദേ ഭഗവതി മഹേശേ നൃപയൂതപാഹ നസേഹിരേ യാജ്ഞസേനി സ്പർത്തന്തോ ഹൃച്ചയാതുരാം. ശ്ലോകം 32. മാം താവതിരഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ്യ സന്നദ്ധ തസ്ഥാവാജൗ ചതുർഭുജം. മാം താവത് രഥം ആരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗം ഉദ്യമ്യ സന്നദ്ധ തസ്ഥൗ ആജൗ ചതുർഭുജ. താവത അപ്പോൾ ഹയരത്ന ചതുഷ്ടയ ശ്രേഷ്ഠങ്ങളായ 4 കുതിരകളോടുകൂടിയ രഥം തേരിൽ മാം എന്നെ ആരോപ്യ കയറ്റി. ഭഗവാന്റെ ആ തേരിൽ 4 കുതിരകളെ പൂട്ടിയ തേരിൽ കയറ്റിയിട്ട് ശാർങ്ങമെന്ന ഭഗവാന്റെ വില്ലിനെ ഉദ്യമ ഉയർത്തിയിട്ട് സന്നദ്ധ ഒരുങ്ങി വന്നവരായ ചതുർഭുജ അങ്ങനെ ധനുസിനെ എടുത്തിട്ട് 4 കൈകളുള്ള ഭഗവാൻ ആജൗ യുദ്ധത്തിൽ തസ്ഥൗ സ്ഥിതി ചെയ്തു. അവര് യുദ്ധത്തിനായി വന്നപ്പോൾ ഭഗവാനും ശാർങ്ങമെന്ന വില്ലെടുത്ത് യുദ്ധത്തിനായി തയ്യാറായി നിന്നു. ലക്ഷ്മണയെ തേരിലിരുത്തി. മാം താവതരഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർങ്ങമുദ്യമ്യ സന്നദ്ധ തസ്ഥാവ് ആജൗ ചതുർഭുജ. ശ്ലോകം 33. ദാരുക ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷിതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവാം. ദാരുക ചോദയാമാസ കാഞ്ചന ഉപസ്കരം രഥ മിഷിതാം ഭൂഭുജാൻ രാജ്ഞി ഹേ ദ്രൗപദി മിഷിതാം ഭൂഭുജ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരെ ഗണിക്കാതെ മൃഗങ്ങളെ ആദരിക്കാതെ മൃഗരാട് സിംഹം എന്ന പോലെ സിംഹത്തിന് ഉള്ള ആ ബലി ഏതെങ്കിലും മൃഗം ഉണ്ടെങ്കിൽ മറ്റു മൃഗങ്ങളെയൊന്നും നോക്കൂല, അതിനുള്ളത് അത് എടുത്തുകൊണ്ടങ്ങ് പോകും. അതുപോലെ സിംഹം എന്ന പോലെ ഭഗവാൻ എന്ത് ചെയ്തു? കാഞ്ചനോപസ്കരം സ്വർണ്ണക്കോപ്പുകളോടുകൂടിയ രഥം പേരിനെ ദാരുക സൂതൻ ചോദയാമാസ തെളിച്ചു. അപ്പൊ ഇവരൊക്കെ നിസ്സാരമാണ്. സിംഹത്തിന് മൃഗത്തിനെ കൊന്നു വലിച്ചെടുത്തുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല. അതുപോലെ ഇവരെയൊക്കെ നിസ്സാരമാക്കി കരുതി ദാരുകൻ എന്ത് ചെയ്തു? ആ തേരിനെ നീക്കി തേര് കൊണ്ട് അവരെ അടുത്തായിട്ട് പോയി. ദാരുക ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷിതാം ഭൂപുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവാം. ശ്ലോകം 34. തേന്യ സജ്ജന്ത രാജന്യ നിഷേധം പതി കേജന സംയത്ത ഉദ്ധൃതേശ്വാസ ഗ്രാമസിംഹ യഥാഹരീം. തേ അന്വസഞ്ജന്ത രാജന്യ നിഷേധം പതി കേജന സംയത്ത ഉദ്ധൃതേശ്വാസ ഗ്രാമസിംഹ യഥാഹരീം. ഗ്രാമസിംഹ ശ്വാക്കൾ യഥാഹരി സിംഹത്തെ എന്ന പോലെ കേജനാത്തെ രാജന്യ രാജാക്കന്മാരിൽ ചിലർ പതി വഴിയിൽ ഹരി ശ്രീഹരിയെ നിഷേധം സംയത്ത തടുക്കാനായിക്കൊണ്ട് സന്നദ്ധരായി ഉദ്ധൃത ഇശ്വാസ ഉയർത്തപ്പെട്ട ചാപബാണങ്ങളോട് കൂടിയവരായി അന്വ സജ്ജന്ത അവർ അനുഗമിച്ചു. അപ്പൊ ശത്രുക്കളെ സംഹരിക്കാൻ അതിസമർത്ഥനായ ഭഗവാനെ വഴിയിൽ അവര് തടഞ്ഞു നിർത്താൻ പരിശ്രമിച്ചു. എന്നിട്ട് ചാപബാണങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജാക്കന്മാർ ചിലർ മുമ്പിലും ചിലർ പിന്നിലുമായിട്ട് സിംഹത്തിന്റെ പിന്നാലെ നായ്ക്കൾ പോകുന്നത് പോലെ അവർ ഭഗവാനെ അനുഗമിച്ചു. തേ അന്വസജ്ജന്ത രാജന്യ നിഷേധം പതി കേജന സംയത്ത ഉദ്ധൃതേശ്വാസ ഗ്രാമസിംഹ യഥാഹരിം. ശ്ലോകം 35. തേ ശാർംഗച്യുത ബാണൗഖേ കൃതബാഹുഅംഘ്രി കന്ധര നിവേദു പ്രധനേ കേജി ഏകേ സന്ധ്യജ്യ ദുദ്രുവോ. തേ ശാർംഗച്യുത ബാണൗഖേ ശാർംഗച്യുത ബാണൗഖേ ശാർംഗത്തിൽ നിന്നും ഭഗവാന്റെ വില്ലിന്റെ പേരാണ് ശാർംഗം. ശാർംഗത്തിൽ നിന്നും വില്ലിൽ നിന്നും പുറപ്പെട്ട ബാണസമൂഹത്താൽ കൃത്ത ബാഹു അംഘ്രി കന്ധര. അപ്പോ എതിരിട്ട് വന്നവരുടെ എല്ലാം
കൃത്ത മുറിക്കപ്പെട്ട, ബാഹു കൈകൾ, അംഘ്രി കാലുകൾ, കന്ധര കണ്ഠങ്ങൾ ഇവയോടുകൂടി തേ കേജിത് അവരിൽ ചിലർ പ്രഥനെ യുദ്ധത്തിൽ നിബേതു പതിച്ചു. അപ്പൊ ഭഗവാൻ ചാർങ്ങമെന്താ തന്റെ വില്ലെടുത്ത് അവരെല്ലാം അമ്പെയ്ത് പതിച്ചു. വേറെ ചിലർ സന്ധിച്ച് ഉപേക്ഷിച്ചിട്ട് ദുദ്രുവ കുറെ പേര് മരിച്ചു വീണപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? പേടിച്ചു ഓടിപ്പോയി. തേശാർങ്ങച്യുത ബാണൗഖൈ കൃതബാഹുഅംഘ്രി കന്ധര നിബേതു പ്രഥനെ കേജിത് ഏകേ സന്ധ്യജ്യ ദുദ്രുവോ. ശ്ലോകം 36. തതപുരീം യദുപതിർ അത്യലങ്കൃതാം രവിച്ഛതധ്വജ പടചിത്രതോരണാം കുശസ്ഥലീം ദിവിഭുവിചാഭി സംസ്തുതാം സമാവിശ തരണിർ ഇവ സ്വകേതനം. തതഃ പുരീം യദുപതി ഹി അത്യലങ്കൃതാം. തതഃ അനന്തരം യദുപതി ഭഗവാൻ യദുകുലപതിയായ ഭഗവാൻ മുകുന്ദൻ അത്യലങ്കൃത ഏറ്റവും അലങ്കരിക്കപ്പെട്ടതും രവിച്ഛത ധ്വജപട ചിത്രതോരണ രവിച്ഛത സൂര്യനെ മറയ്ക്കുന്ന ധ്വജ കൊടികളോടും ചിത്ര തോരണങ്ങളും പതാകകളും തോരണങ്ങളോടും കൊടികളോടും കൂടി ദിവ്യ ആകാശത്തിലും ഭൂമിയിലും അഭിസംസ്തുതാം ഏറ്റവും സ്തുതിക്കപ്പെട്ടിരിക്കുന്ന കുശസ്ഥലേപുരി ദ്വാരകാപുരിയെ തരണി സൂര്യൻ സ്വകേതനം ഇവ സ്വസ്ഥാനത്തെ എന്ന പോലെ സമാപിച്ചത്. അതായത് സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ തന്റെ ആ ദ്വാരകാപുരിയിലാണെങ്കിലോ സൂര്യനെ മറയ്ക്കത്തക്കവണ്ണം നല്ലവണ്ണം കൊടിക്കൂറകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ആകാശത്തിൽ ദേവന്മാരാലും ഭൂമിയിൽ മറ്റ് വന്ദി സ്തുതി പാഠകന്മാരായും കീർത്തിക്കപ്പെട്ട ആ ദ്വാരകാപുരിയെ ഭഗവാൻ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ വിജയശ്രീ ലളിതനായി വരുന്നെന്നറിഞ്ഞ് ദ്വാരയൊക്കെ അലങ്കരിച്ച് എല്ലാവരും ജയഘോഷങ്ങളും സ്തുതികളും ആയിട്ട് അവിടെ നിരന്നു നിന്നു. അങ്ങനെ ഭഗവാൻ ദ്വാരകാപുരിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ സന്ധ്യാസമയത്താണെന്ന് കാണിക്കാനാണ് സൂര്യൻ അസ്തമയ പർവ്വതത്തെ എന്ന പോലെ അസ്തമ പർവ്വതത്തിൽ പ്രവേശിച്ചതുപോലെ ഭഗവാൻ ദ്വാരകാപുരിയിൽ പ്രവേശിച്ചു. തതപുരീയതിപരത്യലങ്കൃതാം രവിച്ഛതധ്വജപടചിത്രതോരണാം കുശസ്ഥലീം ദിവിഭുവിചാഭി സംസ്തുതാം സമാവിശസ്തരണിർവ സ്വകേതനം. ശ്ലോകം 37. പിതാമേ പൂജയാമാസ സുഹൃത്സംബന്ധി ബാന്ധവാൻ മഹാർഹവാസോ അലങ്കാരൈ ശയ്യാസന പരിച്ഛദൈഃ. പിതാ മേ പൂജയാമാസ സുഹൃത്സംബന്ധി ബാന്ധവാൻ മഹാർഹവാസഃ അലങ്കാരൈഃ ശയ്യാസന പരിച്ഛദൈഃ. മേ പിതാ എന്റെ അച്ഛൻ മഹാ അർഹവാസ അലങ്കൃത അധികം വില പിടിച്ച വസ്ത്രാലങ്കാരം കൊണ്ടും ശയ്യ ആസന പരിച്ഛദൻ മെത്ത സിംഹാസനം ഉപകരണം ഇവ കൊണ്ടും സുഹൃത്ത് സംബന്ധി ബാന്ധവാൻ സ്നേഹിതന്മാർ സംബന്ധികൾ ബന്ധുക്കൾ ഇവരെയെല്ലാം പൂജയാമാസ. അപ്പൊ അതിൽ വന്നവർക്കെല്ലാം അച്ഛൻ വിശേഷപ്പെട്ട വസ്ത്രങ്ങള് നല്ല സിംഹാസനങ്ങള് ഉപകരണങ്ങള് ഒക്കെ ബന്ധുക്കൾക്കും സ്നേഹിതന്മാർക്കും എല്ലാം കൊടുത്ത് സൽക്കരിച്ചു. ശ്ലോകം 38. ദാസീഭി സർവസമ്പദ്ഭേർ പടേഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിദഃ. ദാസീഭി സർവസമ്പദ്ഭിഃ ഭട ഇഭ രഥ വാജിഭിഃ. സർവസമ്പദ്ഭിഃ സർവസമ്പത്തോടുകൂടിയ ദാസികളെയും അതായത് ബൃഹസ്സേനൻ പുത്രിക്ക് കൊടുത്തയച്ച കാര്യങ്ങൾ പറയുകയാണ്. ദാസികളെ പിന്നെ ഭട ഇഭ രഥവാജിഭി ഭടന്മാർ ഇഭ എന്ന് വെച്ചാൽ ആനകൾ രഥേരികൾ വാജിഭി കുതിരകൾ ചതുരംഗ പടകളെല്ലാം കൊടുത്തു. മഹാർഹാണി ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ പൂർണ്ണസ്യ പരിപൂർണന് ഭക്തി നിമിത്തം ദത്തവും നൽകി. ഇപ്പൊ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ലെങ്കിലും പുത്രിയോടുള്ള അമുത സ്നേഹം നിമിത്തം പിന്നെ ഭഗവാനുള്ള ആദരവ് കൊണ്ട് പുത്രി ദ്വാരകയിലേക്ക് തിരിച്ചപ്പോൾ മൃഗസേനൻ ഇതെല്ലാം പുത്രിക്ക് കൊടുത്തയച്ചു. ദാസീഭി സർവസമ്പദ്ഭേർ പടേഭരതവാജിഭിഃ ആയുധാനി മഹാർഹാണി ദദൗ പൂർണ്ണസ്യ ഭക്തിദഃ. ശ്ലോകം 39. ആത്മാരാമസ്യ തസ്യേമ വയം വൈ ഗൃഹദാസികാഃ സർവസംഗ നിവൃത്യാഥ തപസാസ ബഭൂവിമാം. ആത്മാരാമസ്യ തസ്യ ഇമ വയം വൈ ഗൃഹദാസികാഃ
സർവസംഘനിവൃത്യ അർത്ഥ സർവസംഘനിവൃത്യ സർവസംഘത്തിൽ നിന്നും നിവർത്തിച്ചുകൊണ്ടും തപസ്സുകൊണ്ടും ഇമാവയം ഈ ഞങ്ങൾ അർത്ഥ ഈ വിധത്തിൽ ആത്മാരാമസ്യ ആത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന തസ്യ അദ്ദേഹത്തിന്റെ വൈ തന്നെ ഗൃഹദാസികളായിട്ട് ബഹുവ ഭവിച്ചു. അപ്പൊ ഇങ്ങനെ നിരന്തരം ജന്മാന്തരങ്ങളായി സർവസംഘങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതുപോലെ അങ്ങനെ ഭഗവാന്റെ ദാസികളാവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഓരോരുത്തരും അങ്ങനെയാണ് പറയുന്നത്. അവരുടെ ജന്മാന്തര പുണ്യം കൊണ്ടാണ് ഭഗവാനെ ഭർത്താവായി ലഭിച്ചത്. ഭഗവാന് അവർക്ക് ഞങ്ങളിൽ നിന്ന് ഭഗവാന് യാതൊരു സുഖവും ലഭിക്കേണ്ടതില്ല. പക്ഷേ ഭഗവാന്റെ ദാസ്യത്വം ഞങ്ങൾക്ക് സിദ്ധിച്ചത് ജന്മാന്തര പുണ്യം കൊണ്ടാണെന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ എന്ന് ലക്ഷ്മണ പറഞ്ഞു നിർത്തുകയാണ്. ആത്മാരാമസ്യ തസ്യേമ വയം വൈഗൃഹദാസികാക സർവസംഘ നിവൃത്യാഥ തപസാച ബഹൂവിമാം. ശ്ലോകം 40. മഹിഷ്യൂജോ കൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധ ജ്ഞാത്വാതന ക്ഷിതിജയേ ക്ഷിതിരാജകന്യ നിർമുച്യ സംസൃതി വിമോക്ഷം അനുസ്മരന്തി പാദാംബുജം പരിണിനായ യ ആപ്തകാമഹാം. ഭൗമം. അപ്പം ഇനി അടുത്ത് മഹിഷിമാര്, അതായത് നരകാസുരൻ 16,000 രാജാക്കന്മാരെ തോൽപ്പിച്ച് 16,000 സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു. ഭഗവാൻ അവരെ ചെന്ന് രക്ഷപ്പെടുത്തിയല്ലോ. ഇനി അവരെല്ലാരും കൂടെ പറയണം മഹിഷി ഊജു. ആ മഹിഷിമാര്, ആ 16,000 പത്നിമാര് പറയണം ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധ ജ്ഞാത്വ അഥ നഖ ക്ഷിതിജയേ ജിതരാജകന്യാഹ. ക്ഷിതിജയെ ദിഗ്വിജയത്തിൽ ജിതരാജകന്യ ജയിക്കപ്പെട്ട രാജകന്യകമാരെയും തേന അവനാൽ യുദ്ധ ബന്ധിക്കപ്പെട്ടവരും. നരകാസുരൻ ബന്ധിക്കപ്പെട്ട ദിഗ്വിജയത്തിൽ അവൻ രാജാക്കന്മാരെയൊക്കെ ജയിച്ചു. അപ്പൊ അവരുടെ പത്നിമാരെയെല്ലാം പിടിച്ചുകൊണ്ടുവന്ന് ബന്ധിക്കപ്പെട്ടു. സംസൃതി വിമോക്ഷം സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുമായ പദാംബുജം, ആ പാദപത്മത്തെ സംസാരത്തിന് കടക്കാനുള്ള തോണിയാണ് ഭഗവാന്റെ ആ പാദകമലം. അങ്ങനെയുള്ള ഭഗവാന്റെ പാദകമലത്തെ അനുസ്മരത്തി ഞങ്ങൾ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ ഭഗവാന്റെ പാദപത്മത്തിൽ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഭഗവാന്റെ പാദപത്മത്തെ തന്നെ ഞങ്ങൾ സ്മരിച്ചുകൊണ്ടിരുന്നു. നഖ അങ്ങനെയുള്ള ഞങ്ങളെ ജ്ഞാത്വം അറിഞ്ഞിട്ട് യുദ്ധത്തിൽ ഭൗമം നരകാസുരനെ സഗണം കൂട്ടത്തോടെ നിഹത്യ കൊന്നിട്ട് ആപ്തകാമക സകല കാമങ്ങളെയും സാധിപ്പിച്ചിരിക്കുന്ന യഹ യാതൊരുവൻ കൃഷ്ണൻ നിർമുച്യ ഞങ്ങളെ മോചിപ്പിച്ചിട്ട് പരിണിനായ ഞങ്ങളെ വിവാഹം കഴിച്ചു. അപ്പൊ അങ്ങനെ നരകാസുരനിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി. ഞങ്ങൾക്ക് ഇനി വേറെ ആശ്രയമില്ല, ഭഗവാന്റെ പാദാംബുജം മാത്രമേ ആശ്രയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഞങ്ങളെല്ലാം വിവാഹം കഴിച്ചു. മഹിഷ്യൂജു ഭൗമം നിഹത്യ സഗണം യുധിതേന രുദ്ധ ജ്ഞാത്വാധന ക്ഷിതിജയേ ജിതരാജകന്യ നിർമ്മിച്ച സംസൃതി വിമോക്ഷം അനുസ്മരന്തി പാദാംബുജം പരിണിനായ യ ആപ്തകാമകാം. അങ്ങനെ അവര് പറയുന്നത് 41, 42 കൂടെ ചേർത്ത് വായിക്കാം. വയം ന സാത്തി സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യം അപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാ ഹരേ പദം കാമയാമാഹ ഏതസ്യ ശ്രീമത്പാദരജശ്രിയ കുജകുങ്കുമഗന്ധാട്യം മൂർധ്നാവോടും ഗതാഭൃത. ന വയം സാത്തി സാത്തിയെ പതിവ്രതേ ദ്രൗപദി വയം ഞങ്ങൾക്ക് ഒന്നും ഇവിടെ വേണ്ട. സാമ്രാജ്യ ചക്രവർത്തി സ്ഥാനം വേണ്ട, രാജ്ഞിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട. സ്വരാജ്യം ഞങ്ങൾക്ക് സ്വന്തം രാജ്യത്തെയോ അല്ലെങ്കിൽ ഇന്ദ്രപദത്തെ വേണ്ട. ഭൗജ്യം ഇത് രണ്ടും കൂടിയ അവസ്ഥയെയും, അപ്പൊ സാമ്രാജ്യമോ ഇന്ദ്രപദമോ അങ്ങനത്തെ രണ്ടും, വൈരാജ്യം വിരാട്ടിന്റെ സ്ഥാനത്തെയും അതായത് ബ്രഹ്മാവിന്റെ പദത്തെയും പാരമേഷ്ടി ബ്രഹ്മപദത്തെയും
ആനന്ദ്യം അവസാനമില്ലാത്തതായ ഹരേപദം വ വിഷ്ണുപദത്തെ എന്ന് വെച്ചാൽ മോക്ഷത്തെയും ന കാമയാമഹേ ഞങ്ങൾ കാമിക്കുന്നില്ല. അപ്പൊ ഇത് വൃത്രാസുരൻ പറഞ്ഞതുപോലെയാണ്. വൃത്രാസുരൻ ഇന്ദ്രനോട് എന്താണ് പറഞ്ഞത്? നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർമഭൗമം രസാധിപത്യം ന യോഗസിദ്ധിർ അപുനർവ ഭവം വാ സമഞ്ജസ ത്വാവിരഹയ്യ കാംക്ഷേ. അപ്പൊ അവിടെ വൃത്രാസുരൻ പറഞ്ഞു, ഞങ്ങൾക്ക് നാഗപൃഷ്ട എനിക്ക് ആ ഇന്ദ്രപദമോ പാരമേഷ്ട്യം ആ ബ്രഹ്മാവിന്റെ പദമോ ആ രസാവത്വമോ ലോക ചക്രവർത്തി എന്നുള്ള പദമോ അഷ്ടാംഗസിദ്ധികൾ അഷ്ടസിദ്ധികളുണ്ടല്ലോ ആ സിദ്ധി യോഗങ്ങളോ പിന്നെ ഞങ്ങൾക്ക് മുക്തി പുനർഭവം മുക്തി പോലും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട. പിന്നെ എന്ത് വേണം? സമഞ്ജസ ത്വ വിരഹയ്യ കാംക്ഷേ ആ ഭഗവാന്റെ പാദപത്മങ്ങളിലുള്ള ഭക്തി മാത്രം എനിക്ക് മതി എന്ന് വൃത്രാസുരൻ പറഞ്ഞതുപോലെയാണ് ഇവരും പറയുന്നത്. അവർക്കും എന്ത് വേണ്ട? സാമ്രാജ്യോ സ്വരാജ്യോ ഭൗജ്യം ഒന്നും വേണ്ട, പാരമേഷ്ട്യം ഒന്നും വേണ്ട. അപ്പോ അവർക്ക് സാർവഭൗമപദമോ ചക്രവർത്തി പദമോ ഇന്ദ്രപദമോ ഇവ രണ്ടും കൂടിയ സ്ഥാനമോ വിരാട് പുരുഷന്റെ നിലയോ പിന്നെ ബ്രഹ്മാവിന്റെ പദമോ ഇത് ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ എന്ത് മതിയെന്ന്? അതൊന്ന് മോക്ഷത്തെയും വിഷ്ണുപദത്തെയും ഞാൻ കാമിക്കുന്നില്ല. ഗതാഭൃത ഏതസ്യ ഗതാധരനായിരിക്കുന്ന ഭഗവാന്റെ ശ്രീയുടെ കുജകുങ്കുമ ഗന്ധാഠ്യം കുജകുങ്കുമ ഗന്ധത്താൽ ആഠ്യമായിരിക്കുന്ന ശ്രീമത് പാദരജ ശ്രീമത്തായ പാദധൂളിയെ മൂർത്തന ശിരസ് കൊണ്ട് ഓടും വഹിക്കാനായിക്കൊണ്ട് കാമയേഹെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ഭഗവാന്റെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഭഗവാന്റെ പാദരജസ്സുകൾ ശിരസിൽ ധരിച്ചാൽ മാത്രം മതി. അതായത് ഭഗവാന്റെ ദാസ്യഭാവത്തിൽ ഇരുന്നാൽ മതി. ദാസികളായി ഭഗവാന്റെ ശ്രീപാദ രജസ് തലയിൽ അലങ്കാരമായി ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇരുന്നുകൊള്ളാം, അല്ലാതെ ഞങ്ങൾക്ക് ഒരു അധികാരവും വേണ്ട എന്ന് മഹിഷിമാര് പറയുകയാണ്. നവയം ശാക്തി സാമ്രാജ്യം സ്വരാജ്യം ഭൗജ്യമപ്യുത വൈരാജ്യം പാരമേഷ്ട്യം ച ആനന്ദ്യം വാ ഹരേ പദം കാമയാമാഹ ഏതസ്യ ശ്രീമത്പാദരജശ്രിയ കുജകുങ്കുമ ഗന്ധാഠ്യം മൂർധനാവോടും ഗതാഭൃതാം. ശ്ലോകം 43. വ്രജസ്ത്രീയോ യദ്വാഞ്ചന്തി പുളിന്ദ്യസ്തൃണഭീരുധഃ ഗാവശ്ചാരയതോ ഗോപ പാദസ്പർശം മഹാത്മനഃ. വ്രജസ്ത്രീയഃ യത് വാഞ്ചന്തി പുളിന്ദ്യഃ തൃണവീരുധഃ ഗാവഃ ചാരയതഃ ഗോപാഹ പാദസ്പർശം മഹാത്മനഃ. ഗാവഹ ഗോക്കളെ ചാരയതഃ പരിപാലിക്കുന്ന മഹാത്മാവിന്റെ അപ്പൊ ഭഗവാന്റെ പാദധൂളി ഇത്ര ദുർലഭ്യ വസ്തുവാണോ? പലർക്കും ദുർലഭ്യ വസ്തുവാണ്, പക്ഷെ ചിലർക്ക് അത് സുലഭമായി ലഭിക്കുന്നു. ഏവം ദുർലഭ്യ വസ്തു അന്യപി സുലഭതയാ ഹസ്തലബ്ധേ. അതാണ് ഇവർക്കും കിട്ടുന്നത്. ദുർലഭ്യ വസ്തു അവർക്ക് ഉള്ളം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതായത് ഗോക്കളെ മേച്ചു കിടക്കുമ്പോൾ ഈ മഹാത്മാവിന്റെ കൃഷ്ണന്റെ പാദസ്പർശം, യാതൊരു പാദസ്പർശത്തെ ഗോപന്മാരും തൃണവീരുത പുല്ലുകൾക്കും ചെടികൾക്കും എല്ലാം ആ ഭാഗ്യമുണ്ട്. ഭഗവാന്റെ ആ പാദസ്പർശം വീണ ആ പാദതൂളികളെ ധരിക്കാൻ. പുളിന്ത്യ കാട്ടാള സ്ത്രീകളും വ്രജസ്ത്രീകൾ ഗോപികകളും വാഞ്ചന്തി അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? ഭഗവാന്റെ പാദതൂളികളാണ്. അപ്പൊ ആ പാദതൂളികൾ അവർക്ക് സുലഭമായി കിട്ടുന്നുണ്ട്. ദുർലഭമാണ് ആ ഭഗവാന്റെ സേവകന്മാർക്ക്, പക്ഷെ അത് സുലഭമായി കിട്ടുന്നു. പശുക്കളെ പരിപാലിച്ച് കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഭഗവാന്റെ പാദതൂളി പുല്ലുകളിലും ചെടികളിലും കാട്ടാള സ്ത്രീകളിലും ഗോപസ്ത്രീകളിലും ഗോപന്മാരും എല്ലാം ആഗ്രഹിക്കുന്നത് തന്നെ. അവർക്കെല്ലാം അത് സുലഭമായി കിട്ടുന്നു. അതുപോലെ കരുണാനിധിയായ ആ ഭഗവാന്റെ കാരുണ്യ കടാക്ഷത്തിന് പാത്രമായവർക്ക് ഈ പാദതൂളി സുലഭമായിട്ട് തന്നെ കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
അപ്പൊ ഭജിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഭഗവാന്റെ പത്നിപദം ഒന്നും വേണ്ട. പിന്നെ എന്ത് വേണം? ഭഗവാനെ സേവിക്കാനുള്ള അവസരം കിട്ടിയാൽ മതി. ആ പാദധൂളി ശിരസിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കാനുള്ള അവസരം മാത്രം മതി എന്നാണ് അവിടെ കൃഷ്ണപത്നിമാർ. അപ്പൊ ഇത്രയും 16,008 ഉണ്ടെങ്കിലും അവിടെ വഴക്കും ബഹളവും ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ ചിന്തയേ ഉള്ളൂ. എന്താണ്? ഭഗവാന്റെ പാദധൂളികൾ നമുക്ക് നമ്മുടെ ശിരസിൽ ധരിച്ചാൽ മതി എന്നും ഭഗവാനെ മനസ്സിൽ ഓർമ്മിക്കാൻ സാധിച്ചാൽ മതി, സ്മരിക്കാൻ സാധിച്ചാൽ മതി. മനസ്സിൽ അനന്യചിന്ത എന്തോമാ യേജനാ പരിഭാസവേ നിത്യാം തേഷാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യോഗം. അപ്പൊ എന്നെ മറ്റു ചിന്തകളിൽ ഒന്നും കൂടാതെ ആരാണോ മനസ്സിൽ ഉറപ്പിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ നൽകും എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ഭക്തവത്സലനാണ്. നമ്മൾ ഭഗവാനെ അറിഞ്ഞ് പത്രം പുഷ്പം ഫലം തോയമേ ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി അറിഞ്ഞുകൊണ്ട് വെള്ളമോ ഒരു തുളസിയിലയോ ഒരു പൂവോ എന്തെങ്കിലും കൊടുത്താൽ മതി. ഭഗവാൻ അത് വളരെ വലിയ കാര്യമായിട്ട് കരുതി അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്നു. ഭക്തവത്സലനാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരുടെ മനസ്സിലും ആ ഭഗവത് ചിന്ത ഉണ്ടാകട്ടെ. മറ്റ് കാമക്രോധാദികളൊന്നുമില്ലാതെ മനസ്സിൽ അഹങ്കാരം എല്ലാം വെടിഞ്ഞ് ഭഗവാൻ തന്നെ എപ്പോഴും മനസ്സിൽ ഉണ്ടായിരുന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കും. അപ്പൊ എല്ലാവർക്കും നമുക്ക് ആ ഭഗവത് സ്മരണയിൽ കഴിയാം. ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ശ്രീകൃഷ്ണപത്നീനാം സ്വോദ്വോഹ വർണ്ണനം നാമ അശീതിസ്തമോധ്യായക സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.